ആം ആദ്മി പാർട്ടിയുടെ ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞു. അൺബ്രേക്കബിൾ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനമാണ് തടഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രദർശനത്തിന് അനുമതി തേടിയില്ല എന്നാണ് പോലീസ് വിശദീകരണം. ബിജെപിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രദർശനം തടഞ്ഞത് എന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ആം ആദ്മി പാർട്ടി നേതാക്കൾ ജയിലിൽ പോകുന്നതാണ് അൺബ്രേക്കബിൾ എന്ന ഡോക്യുമെന്ററിയിലെ വിഷയം. സുനിൽ വിവരങ്ങളുമായി സുനിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ഡോക്യുമെന്ററി ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന ഭയമാണോ ബിജെപിക്ക്? എന്താണ് സംഭവിച്ചത്? സ്മൃതി, രാവിലെ 11:30 മണിക്ക് ഇന്ന് ദില്ലിയിലെ എല്ലാ തിയേറ്ററുകളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നത്. ഏതായാലും ഇതിപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നതാണ്. മുൻകൂർ അനുമതി വാങ്ങാതെ ഇത്തരത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടപെടൽ നടത്തിയതെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഏതായാലും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലേക്ക് പോയ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററിയാണ് ആം ആദ്മി പാർട്ടി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതാണിപ്പോൾ ദില്ലി പോലീസ് തടഞ്ഞിരിക്കുന്നത്. ബിജെപിയുടെ ആജ്ഞ അംഗീകരിച്ച് ദില്ലി പോലീസ് ഈ ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞുവെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചാൽ ബിജെപി പരാജയപ്പെടുമെന്ന് ബിജെപി ഭയക്കുന്നുവെന്നും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുകയാണ്. ഏതായാലും ബിജെപി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ആം ആദ്മി പാർട്ടി ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം നടത്തിയത്. അത് അംഗീകരിക്കാനാകില്ല. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.